ഹായ് മൈ ഡിയർ പേരൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ശരിക്കും എന്താണ് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ്? കുഞ്ഞുമക്കളിൽ സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ ഒരുപാട് പേർ ഒത്തിരി തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നത്. ശരിക്കും എന്താണിത്? സ്വന്തം ജീവിത നിലവാരം ഉയർത്തുവാനും സ്വന്തത്തെ സ്നേഹിക്കുവാനും കഴിവുകൾ കണ്ടെത്തിയതിൽ മികച്ചതാവാനും കോൺഫിഡൻസ് ലൈഫിൽ കൊണ്ടുവരാനും, ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തം ലൈഫിൽ എങ്ങനെയൊക്കെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നുവോ അതിന് സഹായിക്കുന്ന ഡെവലപ്മെൻറ്റ് പ്രോസസ്സാണ് ഈ സെൽഫ് ഡെവലപ്മെൻറ്റ്. കുഞ്ഞുങ്ങളിൽ സെൽഫ് ഡെവലപ്മെൻറ്റ് വളർത്തിയെടുക്കുന്നത് പേരൻസ് എന്ന നിലയിൽ നമ്മുടെ റോൾ വളരെ വലുതാണ്. സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നത് ഒറ്റ വാക്കിൽ പറയുമെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പോയിൻ്റ് നമുക്ക് പലതായി തിരിക്കുവാൻ കഴിയുന്നതാണ്. ഇമോഷണലായും സോഷ്യലായും ഫിസിക്കലായും അക്കാദമിക്കലായും ക്രിയേറ്റീവായും എന്ന് വേണ്ട അങ്ങനെ പലതരം മേഖലകളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുവാൻ കഴിയുന്നതാണ്. മുൻപ് പറഞ്ഞതുപോലെ ഇമോഷണലായ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി ഉണ്ടാകുന്ന എല്ലാ ഫീലിങ്സിനെയും ഇമോഷൻസിനെയും ഒരു പരിധിവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുവാൻ കഴിയുന്നു. അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ ലെവലിലും ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിലും മറ്റുള്ളവരുമായി ഇടപെടുന്നതിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് ശാരീരികപരമായി ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കഴിവുകളും അല്ലെങ്കിൽ ഫിറ്റ്നസ്സും നേടിയെടുക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്താണെന്നും ഇതൊരു കുട്ടിയുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഇംപ്രൂവ് ചെയ്യാമെന്നുമാണ് സംസാരിച്ചത്. ഇനിയും കുട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലെ ഓരോ സിറ്റുവേഷനിലും ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുങ്ങൾക്കുള്ളിൽ കോൺഫിഡൻസ് വളരുവാൻ സെൽഫ് ഡെവലപ്മെൻറ്റ് വളരെയധികം സഹായിക്കാറുണ്ട്. ഉദാഹരണം, കുട്ടിക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യുവാൻ ഉറപ്പുണ്ട് എന്ന് കുട്ടിക്ക് തന്നെ തോന്നുകയും ആ കാര്യത്തിൽ എക്സ്പേർട്ടാണ് എന്ന് അവരിൽ തന്നെ നല്ല ആത്മവിശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുവാൻ കഴിയുക എന്നത്. ഉദാഹരണത്തിന്, തനിക്കിപ്പോൾ ദേഷ്യമാണ് ഫീൽ ചെയ്യുന്നതെന്നും കുറച്ചു നേരം ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ കാമായിരുന്നാൽ അതിനൊരു ആശ്വാസം കിട്ടും എന്നും കുഞ്ഞിന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അടുത്ത പോയിൻ്റാണ്, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ അതിൽ നിന്നും എങ്ങനെ കരകയറാം എന്നതും ആ മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ആകാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും ചിന്തിക്കുവാൻ കഴിയുക എന്നത്. ഉദാഹരണം, എവിടെയെങ്കിലും പരാജയപ്പെട്ടു പോയാൽ അതിൽ തന്നെ വിഷമിച്ചിരിക്കാതെ ഞാൻ വീണ്ടും ശ്രമിക്കുമെന്നും അടുത്ത തവണ കൂടുതൽ നന്നാക്കാൻ കഴിയുമെന്നും കുട്ടിക്ക് തന്നെ ഉറപ്പുണ്ടാകുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ്, സ്കൂൾ ലൈഫിലും മുന്നോട്ടുള്ള ജീവിതത്തിലും തനിക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ലക്ഷ്യബോധം ഉണ്ടാവുക എന്നത്. സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായി കിട്ടുന്ന മറ്റൊരു ഇമ്പോർട്ടൻസ് ആയ കാര്യമാണ് നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടുക എന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് കുഞ്ഞുങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നത്. ഉദാഹരണം, കുട്ടികൾക്ക് സ്വന്തമായ വസ്ത്രങ്ങൾ ധരിക്കുവാനും തൻ്റേതായ സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കാനും ഒരു ഐഡിയ ഉണ്ടാകുന്നു. അടുത്ത പോയിൻ്റാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള കഴിവുകളും സ്വന്തമായി മനസ്സിലാക്കുവാൻ കഴിയുക എന്നത്. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങളാണ് സെൽഫ് ഡെവലപ്മെൻറ്റ് വഴി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം ഓരോ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്താണ് സെൽഫ് ഡെവലപ്മെൻറ്റ് എന്നതും എത്ര ടൈപ്പ് സെൽഫ് ഡെവലപ്മെൻ്റ് ആണ് ഉള്ളത് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പേരൻ്റ് എന്ന രീതിയിൽ ഒരു കുട്ടിക്ക് സെൽഫ് ഡെവലപ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുവാൻ കഴിയുന്ന കുറച്ച് രീതികളാണ്. കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കുന്നത് പേരൻസിൽ നിന്നാണ്. അതുകൊണ്ട് അവരുടെ റോൾ മോഡൽ ആകുവാൻ മാക്സിമം ശ്രമിക്കാം. ഉദാഹരണത്തിന്, അമ്മയ്ക്ക് നല്ല തലവേദനിക്കുന്നുണ്ട്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, അപ്പോൾ കുറച്ച് ഓക്കെ ആവും. ഇങ്ങനെ പറയുന്നതിലൂടെ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സ്വന്തമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നതാണ്. തലവേദന എടുത്താൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ അത് മാറുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുവാനും സ്വന്തത്തെ എങ്ങനെ ഓക്കെ ആക്കാമെന്നും അവർ ചിന്തിക്കുവാൻ തുടങ്ങും. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നത്. അവരുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങളിൽ എങ്കിലും അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുവാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, കുട്ടിയോട് നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇന്ന് ഈ ഫംഗ്ഷന് പോകുമ്പോൾ നിനക്ക് ഏത് ഡ്രസ്സാണ് വേണ്ടത്? അപ്പോൾ കുട്ടിക്കും തോന്നും കുട്ടിക്കൊരു വാല്യൂ ഉണ്ട് എന്നതായിട്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്കും ബെറ്റർ എന്ന് തോന്നുന്ന ഏതെങ്കിലും 2 ചോയ്സ് ആയിരിക്കണം കുട്ടിക്ക് നൽകേണ്ടത്. ചോയ്സുകൾ ഒത്തിരി നൽകി കൺഫ്യൂഷൻ ആക്കാതിരിക്കുവാൻ ശ്രമിക്കുക. ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്ന നെക്സ്റ്റ് പോയിൻ്റാണിത്. ഈ പോയിൻ്റ് കുട്ടികൾ പേരൻസിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കട്ടെ.
ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കിട്ടണമെങ്കിൽ ഹാർഡ് വർക്കും അതുപോലെ തന്നെ അതിന് പിന്നിലുള്ള കഷ്ടപ്പാടും കൂടിയേ തീരൂ എന്നത്. ഉദാഹരണത്തിന് എന്തെങ്കിലും കാര്യം ചെയ്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ ആ സിറ്റുവേഷനെയും സ്വന്തത്തെയും കുറ്റം പറയാതെ ഇനിയും ട്രൈ ചെയ്ത് നോക്കാം, ഇനിയും ഹാർഡ് വർക്ക് ചെയ്ത് നോക്കാം, ചിലപ്പോൾ ആഗ്രഹം നടക്കുവാൻ സാധ്യതയുണ്ടായിരിക്കും എന്ന് അവരിലേക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും കുട്ടികൾ വളരെ ശ്രദ്ധയോടെയാണ് ഓരോ പേരൻസിനെയും ഒബ്സർവ് ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയുവാൻ പറ്റുന്ന കാര്യമാണ്, ലൈഫിൽ നാം ഇടപഴകുന്ന ഏതൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും ആ വ്യക്തി കൊടുക്കുന്ന ഏതൊരു എഫേർട്ടിനും ഹാർഡ് വർക്കിനും വലിയ രീതിയിൽ പ്രശംസിക്കുക എന്നത്. റിസൾട്ട് മാത്രം നോക്കാതെ ആ കഷ്ടപ്പാടിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുവാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം, സാരമില്ല, നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലോ, നീ എടുത്ത എഫേർട്ടാണ് വലിയ കാര്യം, നിനക്കതിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടായല്ലോ, റിസൾട്ട് മാത്രം നോക്കണ്ട, സാരമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. ഈ രീതിയിലുള്ള വാക്കുകൾ പോലും കുഞ്ഞുങ്ങളെ മെൻ്റലി സ്ട്രോങ് ആക്കുവാൻ കഴിയാറുണ്ട്. കുട്ടികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രം സംസാരിക്കുവാൻ ശ്രമിക്കുക. നിനക്ക് പറ്റുന്ന പോലെ ശ്രമിക്കൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ടായി ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുക. ഈ പറഞ്ഞു വരുന്നതെല്ലാം നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷേ ഇതൊന്നും ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കാറില്ല എന്നതാണ് സത്യമായ കാര്യം. ഈ ഓരോ പോയിൻറ്റും കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യങ്ങളും ഭാവിയിൽ നമുക്ക് വളരെ വലിയ റിസൾട്ടുകളായിരിക്കും തരുന്നത്. ക്ഷമയുള്ള പേരൻ്റ് ആകുക, പറ്റുമ്പോഴൊക്കെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും നൽകുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത്രയൊക്കെ നൽകിയാൽ തന്നെ ഒരു കുഞ്ഞിന് അവൻ്റെ ലൈഫിനോടും അവൻ നേരിടുന്ന ഓരോ സിറ്റുവേഷൻസിനെയും എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്നും പേരൻസിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിരിക്കും സെൽഫ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു പേരൻസ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കുവാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ. ശരിക്കും ഈ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനുണ്ട്. എത്ര സംസാരിച്ചാലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും പഠിക്കുവാനും അറിയുവാനും കഴിയുന്നതാണ്. ഇനിയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വയസ്സിൻ്റെ അടിസ്ഥാനത്തിൽ സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വളർത്താം നല്ല തലമുറയെ നല്ല രീതിയിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.